തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായിട്ട് 7 മണിക്കൂർ പിന്നിട്ടു. ദുഷ്കരമായ രക്ഷാപ്രവർത്തനം അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. ടണലിനകത്ത് മാലിന്യം അടിഞ്ഞതാണ് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടി. രാത്രിയിൽ മാലിന്യ നീക്കം തുടരും. രാവിലെ 11 മണിയോടെയാണ് മാരായമുട്ടം സ്വദേശിയായ ജോയിയെ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായത്. നമ്മൾ പോയ ഭാഗത്തൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒഴുക്കിന്റെ അവസ്ഥ നേരത്തെ കൂടുതലായിരുന്നുകൊണ്ടും വെള്ളത്തിന്റെ അളവ് കൂടുതലായിരുന്നുകൊണ്ടും എങ്ങോട്ട് ഇത് ഒഴുകി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. നമ്മൾ പോകുന്ന ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഈ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അവിടെ ഉണ്ടോ? ഒരു ശരിയായ പ്ലാനിലാണോ രക്ഷാദൌത്യം മുന്നോട്ട് പോകുന്നത്? നിഷാദ, ശരിയായ പ്ലാനിൽ രക്ഷാദൌത്യം മുമ്പോട്ട് പോയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ കാണാതായ ജോയിയെ കണ്ടെത്തുക അതീവ ദുഷ്കരമാണ്. കാരണം നമുക്കറിയാം, ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം ഇന്നോ ഇന്നലെയോ കൊണ്ടൊന്നും നിക്ഷേപിച്ചതല്ല. കഴിഞ്ഞ ഏതാണ്ട് 10-15 വർഷമായിട്ട് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യമുണ്ട്. അത് 6 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ടോ നീക്കം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും കഴിയുന്ന ഒന്നല്ല. പക്ഷേ യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ വേഗമാണ് അഗ്നിരക്ഷാ സേനയും സ്കൂബ സംഘവും ഇതുവരെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തുണ്ടായിരുന്ന മാലിന്യം അടക്കം അവർ നീക്കം ചെയ്തുകൊണ്ട് ടണലിനടിയിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നത്. ടണലിനടിയിൽ ടൺ കണക്കിന് മാലിന്യമുണ്ട്. അത് നീക്കം ചെയ്ത് അതിനുള്ളിലേക്ക് കടന്നാൽ മാത്രമേ ഇപ്പോൾ കാണാതായ ജോയിയെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ജോയി ഒഴുക്കിൽപ്പെട്ട് ഈ ടണലിനടിയിലേക്ക് കുടുങ്ങിയത്. അതിൽ 2 പേർ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് റെയിൽവേയുടെ കീഴിൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നിർമ്മാർജ്ജനം നടന്നു വരികയാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ തിരുവനന്തപുരത്ത് കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴയിൽ എന്തുകൊണ്ട് ശുചീകരണ പ്രവർത്തന തൊഴിലാളികൾ ഇന്ന് ഇറങ്ങി എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കോർപ്പറേഷനെ അറിയിച്ചിരുന്നത് ഇന്ന് ശുചീകരണം ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ എന്നിട്ടും ഈ കനത്ത മഴയെ അവഗണിച്ചും ഇന്നിപ്പോൾ ഇവിടെ ശുചീകരണം നടന്നിരുന്നു. അപ്പോൾ അക്കാര്യത്തിലടക്കം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് ജോയിയെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഈ കടുത്ത മാലിന്യമുള്ള ആമയിഴഞ്ചാൻ തോട്ടിലാണ് ജോയി ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ജോയി ഈ ടണലിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിലാണ് അഗ്നിരക്ഷാ സേനയും സ്കൂബ സംഘവും നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളും ഇവിടെ പരിശോധന നടത്തിയത്, തിരച്ചിൽ നടത്തിയത്. ഇതിനപ്പുറത്ത് പോയി തിരച്ചിൽ നടത്തിയെങ്കിലും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നാലെയാണ് വീണ്ടും ഇതിപ്പോൾ ഈ ഭാഗത്തേക്ക് തന്നെ വന്ന് ഇവിടുത്തെ മാലിന്യം ഇപ്പോൾ നീക്കം ചെയ്തത്. ഇനിയിപ്പോൾ ടണലിനടിയിലുള്ള മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്ത് അതിനുള്ളിലേക്ക് കടന്ന് അവിടെ തിരച്ചിൽ നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് ഫലം കാണുമെന്നുള്ളതാണ് ചോദ്യം. കാരണം ടണലിനടിയിലേക്ക് ഒരാൾക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമല്ല. ആ ടണലിനടിയിൽ നിന്ന് മാലിന്യം മാറ്റുക എന്ന് പറയുന്നതും അതീവ ദുഷ്കരമാണ്. രാവിലെ പകൽവെട്ടത്തിൽ പോലും ഇത്തരത്തിൽ മഴ മാറി വെയിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യ നീക്കത്തിനെതിരെ കാണാതായ ജോയിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും ഒരു ലീഡില്ല അതിനകത്തുനിന്നാണ്.